പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ് മറക്കാൻ ആഗ്രഹിക്കുന്ന IPL സീസണുകളിലൊന്നായി ഈ വർഷത്തേതു മാറിയിരിക്കുകയാണ്. ടൂർണമെന്റിന്റെ പ്ലേ ഓഫിൽ പോലും എത്താതെയാണ് ഇത്തവണ പിങ്ക് ആർമി പുറത്തായത്. ടീം സെലക്ഷനിലെ പാളിച്ചകളും പരിക്കും കാരണം സീസണിലെ ഭൂരിഭാഗം മത്സരങ്ങളിലും നായകൻ സഞ്ജു സാംസണിന്റെ സേവനം ലഭിക്കാതെ പോയതുമെല്ലാം റോയൽസിനെ സാരമായി ബാധിച്ചു. ഇതിനിടെ സഞ്ജുവും പുതിയ കോച്ച് രാഹുൽ ദ്രാവിഡും തമ്മിൽ അത്ര നല്ല രസത്തിലല്ലെന്നും വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയും തർക്കങ്ങളുമെല്ലാം ഇവർക്കിടയിൽ ഉള്ളതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത് ശരിവെക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സഞ്ജുവും ദ്രാവിഡും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ മുൻ ഇന്ത്യൻ നായകനും ദ്രാവിഡിന്റെ അടുത്ത സുഹൃത്തുമായ സൗരവ് ഗാംഗുലിയും ഇടപെട്ടുവെന്ന റിപ്പോർട്ടാണ് ദേശീയ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത്. ഇരുവരും തമ്മിൽ പരസ്പരം സംസാരിക്കാറില്ലെന്നും ദ്രാവിഡിന്റെ ടീം യോഗങ്ങളിൽ സഞ്ജു പങ്കെടുക്കാറില്ലെന്നുമാണ് പറയപ്പെടുന്നത്. റിയാൻ പരാഗിനെ നായകനാക്കാനുള്ള ടീം മാനേജ്മെന്റിന്റെ തീരുമാനം ദ്രാവിഡ് അംഗീകരിച്ചതാണ് സഞ്ജുവിന്റെ പിണക്കത്തിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പരാഗിന്റെ അച്ഛന്റെ സഹോദരനും പ്രമുഖ വ്യവസായിയുമായ രഞ്ജിത്ത് ബൽദാക്കൂർ റോയൽസ് ടീമിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയാണ്. ഇതു കാരണമാണ് താരത്തിനു ടീമിൽ അമിതമായ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കാനുള്ള പ്രധാന കാരണമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ വന്നിരുന്നു. കഴിഞ്ഞ സീസണിലൊഴികെ മറ്റൊന്നിലും പരാഗ് കാര്യമായി തിളങ്ങിയിട്ടില്ല. എന്നിട്ടും ഇത്രയും കാലമായി ടീമിലെ സ്ഥിരം സാന്നിധ്യമായി താരം തുടരാനുള്ള കാരണവും അണിയറയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിന്തുണ തന്നെയാണ്. നിലവിൽ രാജസ്ഥാൻ റോയൽസ് വിടാനുള്ള ഉറച്ച നീക്കത്തിലാണ് സഞ്ജു സാംസൺ എന്നാണ് സൂചനകൾ. അടുത്ത സീസണിൽ മറ്റൊരു ടീമിലേക്ക് അദ്ദേഹം ചേക്കേറിയേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. സഞ്ജുവും രാഹുൽ ദ്രാവിഡും തമ്മിലുള്ള തർക്കം രൂക്ഷമാകവെയാണ് മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി ഇത് പരിഹരിക്കാൻ ഇടപെട്ടതെന്നാണ് വന്നിട്ടുള്ള റിപ്പോർട്ട്. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ടായിരുന്നു റോയൽസിന്റെ അവസാനത്തെ മത്സരം. ആവേശകരമായ ഈ കളിയിൽ റോയൽസ് 1 റൺസിന് തോൽക്കുകയും ചെയ്തു. ഈ മത്സരശേഷമാണ് ദ്രാവിഡ്, സഞ്ജു എന്നിവരുമായി ഗാംഗുലി സംസാരിച്ചത്. ഇത് വെറുമൊരു സൗഹൃദ സംഭാഷണമായിരുന്നില്ലെന്നും ഇരുവരും തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കാൻ ഗാംഗുലി ആവശ്യപ്പെട്ടുവെന്നുമാണ് റിപ്പോർട്ട്. അഭിപ്രായ ഭിന്നതകൾ മാറ്റിവെച്ച് ദ്രാവിഡും സഞ്ജുവും പഴയതുപോലെ സുഹൃത്തുക്കളായി മാറണമെന്നും ദാദ ഉപദേശിച്ചുവെന്നാണ് വിവരം. ഇരുവരുമായി ദാദ സംസാരിക്കുന്ന വീഡിയോ രാജസ്ഥാൻ റോയൽസ് സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. അതേസമയം ബാറ്റിംഗിനിടെ വാരിയലിന് താഴെയേറ്റ പരിക്കു കാരണം സഞ്ജു ഇപ്പോൾ വിശ്രമത്തിലാണ്. അവസാനത്തെ 5 മത്സരങ്ങളിലും അദ്ദേഹം കളിക്കാൻ ഇറങ്ങിയിട്ടില്ല. എന്നാൽ സീസണിൽ ഇനി ശേഷിച്ച 2 മത്സരങ്ങളിൽ സഞ്ജു കളിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ.